ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. ജീൻസ് കൊണ്ട് ഒരു ബാഗ് ഉണ്ടാക്കുന്ന ഒരു കുട്ടി. അപ്പോൾ എനിക്കും ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ കട്ടിങ്ങിലേക്ക് പോയിട്ടോ. കട്ടിങ്ങിലെ ഒരു പാർട്ടാണ്, ഒരു ബോഡി പാർട്ടാണിത്. മീൻസ് ബാഗിൻ്റെ മുകൾ ഭാഗമാണിത്. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇനി നമുക്ക് പോക്കറ്റ് കട്ട് ചെയ്യാം. പോക്കറ്റ് ഒരു ഡിസൈനായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോക്കറ്റ് വെച്ചത്. ഇനി അത് നമുക്ക് തുന്നിയാലോ. തുന്നാൻ ഞാൻ നൂലെടുത്ത് നൂല് പൊട്ടിയിരുന്നു. അപ്പോൾ വേറെ നൂല് അറ്റാച്ച് ചെയ്ത് നൂല് കോർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ജീൻസിൻ്റെ ആയതുകൊണ്ട് ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്നാലോചിച്ചിട്ടാണ്. വളരെ സിമ്പിളാണിത്, അത്ര പണിയൊന്നുമില്ല. സാധാരണ തുണി കൊണ്ട് ഉണ്ടാക്കുന്നത് അത് നമ്മളിതാ ജീൻസിൻ്റെ ഇതുകൊണ്ട് തന്നെ ചെയ്യണു. ഇതിപ്പോൾ ഞാൻ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പോക്കറ്റ് അടിക്കാനായിട്ട് കുറച്ച് റിസ്ക്കുള്ള പണിയായിരുന്നു, എന്നാലും ഒപ്പിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ബോഡി പാർട്ട്, രണ്ട് ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബോഡി പാർട്ട്. മീൻസ് ആ ബാഗ് ഇടുന്ന ബാഗിൻ്റെ ആ പോർഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ബാഗിൻ്റെ ആ സൈഡ് നമുക്ക് ഇനി കൂട്ടിയടിക്കലാണ്. അതാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടിയടിച്ച് ഒരുവിധം ഒപ്പിച്ചെടുത്ത് ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത്. പക്ഷേ അടിഭാഗത്തെ സ്ക്വയർ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് കൂട്ടി അടിച്ചാലോ, ആ സ്ക്വയർ ഭാഗം ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് അടിച്ചു കേട്ടോ. അല്ലാണ്ട് അത് ശരിയാവണില്ല ഗൈസ്. നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇതെന്തൊരു ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നിയതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. സ്ക്വയർ പാർട്ട്, ഈ അടിയിൽ വന്ന സ്ക്വയർ പാർട്ടില്ലേ, അത് ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പിന്നെ നമുക്ക് ഫൈനൽ ലുക്ക് നോക്കിയാലോ. ഇതാണ് ഫൈനൽ ലുക്ക് വന്നത്. ഞാൻ സ്ക്വയർ പാർട്ട് ഞാനത് ഫുള്ളാക്കി അടിച്ചു. സോ ഇങ്ങനെയാണ് ഫൈനലായിട്ട് ലുക്ക് വന്നത്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ക്രിയേറ്റിവിറ്റി മേക്സ് എവറിത്തിങ് സിമ്പിൾ. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വളരെ സിമ്പിളാണ്, അത്ര പണിയൊന്നുമില്ല. സോ അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റായിട്ട്. ബൈ.